അങ്ങോട്ട് ചെല്ലടാ, അതങ്ങ് പൂർത്തിയാക്ക്. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടമ്മേ. വൈശാലി, 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 വാതിൽ തുറക്കാൻ. തുറക്കടി. തുറക്കടി. എന്നെ ചതിക്കാൻ നോക്കിയവളെ ഞാൻ വെറുതെ വിടുന്ന കരുതി. തുറക്കടി, തുറക്കാൻ. വൈശാലി, ഇന്നോടാ വാതിൽ തുറക്കാൻ. വൈശാലി, വാതിൽ തുറക്കാൻ. ഏയ്, ചവിട്ടി കൊല്ലുന്നില്ല ഞാൻ. തുറക്കാൻ. ഏയ്, തുറക്കാൻ. തുറക്കടി. വൈശാലി, വാതിൽ തുറക്ക്. തുറക്ക് വൈശാലി. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കഴിവതും സംസാരിക്കാതിരിക്കുന്നത് നല്ലത് മോളെ. 20 വർഷം നിന്നെ തുറങ്കിലടച്ചു. എന്നിട്ട് അവളുടെ മകളെ എൻ്റെ അനന്തരവളായി ഇങ്ങോട്ട് അയച്ചു. എന്നിട്ട് അവസാനം എന്തുണ്ടായി? അവൾ ഈ ലോകത്ത് തന്നെ ഇല്ലാതായി. നല്ലവരെ ദൈവം പരീക്ഷിക്കുമെങ്കിലും കൈവിടില്ല. തിന്മയ്ക്ക് എന്നാണെങ്കിലും നാശം ഉണ്ടാവും. ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞാൻ പൂർത്തീകരിച്ചു, ഒരൊറ്റ കാര്യം ഒഴിച്ച്. എന്താ വല്യേട്ടാ? നിനക്ക് അവകാശപ്പെട്ടത് നിന്നെ ഏൽപ്പിക്കണം. ഇത് ഇയാൾ ഇത്രയായിട്ട് മറന്നില്ലെന്നുണ്ടോ? എനിക്കിപ്പോ അതിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. നീ അങ്ങനെ പറയുമെന്ന് എനിക്കറിയാം. പക്ഷെ വല്യേട്ടനൊരു ഉത്തരവാദിത്വമില്ലേ? അത് കഴിഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തിന്റെ മനസ്സിനൊരു സമാധാനം കിട്ടൂ. നീ വരൂ ഇല്ലയോന്ന് പോലും അറിയാതെ ആ ആസ്തി നിന്റെ മകളെ ഏൽപ്പിക്കാൻ വിചാരിച്ച ആളാണ് ദാസേട്ടൻ. അങ്ങനെ ചെയ്യാതിരുന്നത് നന്നായില്ലേ അമ്മേ? അല്ലായിരുന്നെങ്കിൽ ആ മാളവിക പകുതി സ്വത്ത് അടിച്ചു മാറ്റിക്കൊണ്ട് പോവില്ലായിരുന്നോ? അതുകൊണ്ട് ഇപ്പോഴും ഒന്നും എടുത്തു ചാടി തീരുമാനിക്കണ്ട. കുറച്ചുകൂടി കഴിഞ്ഞെല്ലാം തീരുമാനിക്കാം. അന്നത്തെ സംശയങ്ങളൊന്നും ഇപ്പൊ ബാക്കിയില്ലല്ലോ. എന്റെ ശാന്തമ്മ എന്റെ കൺമുമ്പിൽ നിൽക്കുമ്പോ ഇനി എന്തിനെയാ സംശയിക്കേണ്ടത്? ഇത് നിന്നെ ഏൽപ്പിക്കുന്നത് പിന്നീട് എന്ത് ചെയ്യണമെന്ന് നിനക്ക് തന്നെ തീരുമാനിക്കാം. ഗുരുക്കളോട് നാളെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. നിന്റെ ആസ്തിപത്രം എനിക്ക് നിന്നെ ഏൽപ്പിക്കണം. അതുപോലെ ദേവന്റെ രാജപദവി എനിക്ക് തിരിച്ചു നൽകണം. അതിനൊരു നല്ല നേരം കുറിക്കാൻ പറയാം. എല്ലാം വല്യേട്ടന്റെ ഇഷ്ടം. എനിക്ക് തരാനുള്ളത് കൂടി എന്റെ മോൾക്കും മരുമകനും തന്നെ കൊടുത്തേക്ക്. അപ്പോ പകുതി ആസ്തി വൈദേഹിക്കും, ബാക്കിയുള്ളത് ദേവനും എന്നർത്ഥം. ഈ വരുൺ എവിടെ പോയി കിടക്ക? രാജപദവി വേണോന്ന് പറഞ്ഞ് നടന്നവൻ മേൽവിലാസം ഇല്ലാതായല്ലോ. ഫോൺ ചെയ്തിട്ടും കിട്ടുന്നില്ല. പിന്നെയും വല്ല സന്യാസിയും കാണാൻ പോയതാണോ? സ്വീറ്റ് റെഡി.
കൊടു കൊടു, സ്വീറ്റ്സിന് മധുരം ഉണ്ടാവും. ഇത് മുഴുവൻ ഉപ്പല്ലേ, ആസ്വദിച്ച് കഴിക്കും എല്ലാരും. ദേവേട്ടാ, സ്വീറ്റ്സ് എടുക്ക് ദേവേട്ടാ. ദേവേട്ടാ, കൊള്ളില്ലേ അത്? അടിപൊളിയായിട്ടുണ്ടോ ഇതേഹി? അടിപൊളിയായിട്ടുണ്ടെന്നോ? ഭാര്യയോടുള്ള ഭ്രാന്തി ഇതുവരെ മാറിയില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാ ഉപ്പും മധുരിക്കുന്നത്. എടുത്തോളൂ അച്ഛാ, എടുക്ക ചേട്ടാ. അമ്മ എടുത്തോ. നല്ല സ്വാദുണ്ടല്ലേ അച്ഛാ? എടുക്കൂർമിളേച്ചി. എനിക്ക് വേണ്ട. കടയിൽ നിന്ന് വാങ്ങിച്ച് കിലോ കണക്കിന് കഴിക്കാറുള്ളതല്ലേ, ഒരു കപ്പ് വീട്ടിൽ നിന്നും കഴിക്കാം. എടുക്ക, പിടിക്ക് ഊർമിള. എനിക്ക് വേണ്ട. പായസമല്ലേ നീ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന? ഇതെന്താ ഇപ്പൊ രസ്മലായി? എന്തെന്നറിയില്ലേ ചേച്ചി, ചേച്ചി അടുക്കളയിൽ വന്നിട്ട് പോയപ്പോ പാല് പിരിഞ്ഞുപോയി. അതുകൊണ്ട് പായസം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, അതാ രസ്മലായി ഉണ്ടാക്കിയത്. കഴിച്ചോ? നീ അടുക്കള കയറിയതും പാല് പിരിഞ്ഞോ? നീ അതിനകത്ത് വല്ലോ ഇട്ടോ? ഉണ്ടാവില്ല. നീ ഒന്ന് ആഞ്ഞു നോക്കിയാൽ തന്നെ പാല് പിരിഞ്ഞു പോവല്ലോ. അജയൻ ചുമ്മാ കളിക്ക് പറഞ്ഞതായിരിക്കും മോളെ. നിന്റെ മോളെന്നെ കളിയാക്കിയതിന് നീ എന്നെ സമാധാനിപ്പിക്കുന്നു. എല്ലാം കൂടി ഒരു ദിവസം ഞാൻ ശരിക്കങ്ങോട്ട് തിരിച്ചു തരുന്നുണ്ട്. അയ്യോ വിനയ, നിനക്ക് തരാൻ വിട്ടുപോയല്ലോ. അയ്യോ, എനിക്ക് വേണ്ട. വിനയ എടുത്ത് കഴിക്ക് വിനയ. നല്ല സ്വാദുണ്ട് ചേച്ചി. താങ്ക് യു. എന്നാലേ ചോറും കറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, താഴേക്ക് വാ. ഇതെന്താ നിലത്ത് ഭക്ഷണം അറേഞ്ച് ചെയ്തിരിക്കുന്ന? ഓ, ഇത്രയും കാലം ചെറിയമ്മ അവിടെ നിലത്തിരുന്നാണല്ലോ ഭക്ഷണം കഴിച്ചല്ലേ? ഒറ്റയടിക്ക് ടേബിളിൽ പിടിച്ചിരുത്തിയ ശീലം മാറിയാ കഴിക്കാൻ പറ്റില്ലെന്ന് കരുതിയാവും. അങ്ങനെയൊന്നും അല്ല ചേച്ചി. നമ്മൾ എത്ര തന്നെ ഉയരത്തിലെത്തിയാലും ചിലപ്പോ താഴെ ഇറങ്ങേണ്ടി വരുമെന്നും എല്ലാവരും സമമാണെന്നും കുടുംബത്തിൽ ഇടയ്ക്കിങ്ങനെ ഭക്ഷണം വിളമ്പി ഓർമ്മിപ്പിക്കാറുണ്ട്. എത്ര വലിയ കാര്യമായത്. ഓരോരുത്തർക്കും തോന്നുമ്പോ ഓരോരുത്തരായി വന്ന് കഴിക്കാതെ എല്ലാരും ഒന്നിച്ച് നിലത്തിങ്ങനെ ചുറ്റിയിരുന്ന് കഴിക്കുമ്പോ ബന്ധങ്ങൾക്കൊക്കെ ഒരു ദൃഢതയുള്ളതുപോലെ തോന്നും. ഊർമിള ഇതുവരെ ഇങ്ങനൊന്നും ശീലിച്ചിട്ടില്ലല്ലോ. എന്നാ വാ, എല്ലാരും ഇരിക്കേ.
തേന്മാവിൻ താഴെ കൊമ്പിൽ താലോലം കിളി പാടുമീ ഗാനം പോലും സംഗീത സ്വര നേഴ്സ് ഇഞ്ചക്ഷൻ ഡോക്ടർ പെട്ടെന്ന് എടുക്ക്. പെട്ടെന്നാവട്ടെ, സമയമില്ല. Come on, fast. Sir, reports. ചേച്ചി 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 എന്നെ ഒന്ന് രക്ഷിക്കാവോ? വൈദേഹി എന്നെ ഹലോ 108 ഇവിടെ. അത് വൈദേഹിയല്ല. വൈദേഹിയായിരുന്നെങ്കിൽ എന്നെ തിരിച്ചറിയാതിരിക്കാൻ വഴിയില്ല. അവരുടെ കൺമുമ്പിൽ വെച്ചല്ലേ കാറ് ബ്ലാസ്റ്റ് ആയത്. ചന്ദ്രികയുടെ കഥ കഴിഞ്ഞെന്നും പറഞ്ഞ് അവിടെ ആഘോഷം തുടങ്ങിയിട്ടുണ്ടാവും. അതിന്റെ ഇടയ്ക്ക് എന്റെ അടുത്ത് വന്ന് എന്നെ രക്ഷിക്കാൻ ശ്രമിക്കില്ല. അതൊരു കാരണവശാലും വൈദേഹിയല്ല. ഇത്രയും നേരവും മരിക്കട്ടെ എന്നാ കരുതിയത്. പക്ഷെ വൈദേഹിയെ പോലെ മറ്റൊരു പെണ്ണും കൂടി ഉണ്ടെങ്കിൽ ജീവിക്കണം. ഈ പെണ്ണിനെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് ആ ദശരഥ രാമവർമ്മയോടുള്ള പ്രതികാരം തീർക്കണം. ആ പെണ്ണ് ആരാണ്? അവളിപ്പോ എവിടെയായിരിക്കും? ജീവനോടെ ഇവിടുന്ന് എഴുന്നേൽക്കാൻ കഴിഞ്ഞാൽ അതാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ജീവിക്കണം, എനിക്ക് ജീവിക്കണം. ആ പെണ്ണാരാന്ന് കണ്ടുപിടിക്കണം. ജീവിക്കണം, എനിക്ക് ജീവിക്കണം. ഡോക്ടർ, ഇപ്പൊ കണ്ടീഷൻ എങ്ങനെയുണ്ട്? ക്രിട്ടിക്കൽ തന്നെയാണ് ഡോക്ടർ. ആണോ? മന്ത്രിയുടെ അവസ്ഥ വല്ലാതെ മോശമാ. രക്ഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവരെ രക്ഷിക്കാൻ പറ്റുമെന്ന് സംശയമാണ്. ചിലപ്പോ ജീവൻ തിരിച്ചു കിട്ടും, പക്ഷെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ടിവരും. അത് 4 മണിക്കൂറിനുള്ളിൽ. അതൊക്കെ ഇപ്പൊ നടക്കുന്ന കാര്യമാണോ? അപ്പൊ 2 പേരും ജീവിച്ചിരിക്കില്ല. പാടില്ല, ഞങ്ങള് മരിക്കാൻ പാടില്ല. മരിക്കാൻ പാടില്ല. ജീവിക്കണം, ജീവിച്ചിരിക്കണം. മാഡം, ജീവിക്കണം. മാഡം, ഞാൻ മാഡം പറയൂ. മാഡം, മാഡം പറഞ്ഞോ. ഞാൻ മരിക്കാൻ പാടില്ല. സോറി മാഡം, നിങ്ങളെ രക്ഷിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അയ്യോ മാഡം, വിട് മാഡം, വിട് മാഡം. മിനിസ്റ്റർ എന്തായാലും മരിക്കുമെന്നല്ലേ പറഞ്ഞേ? അയാളുടെ ഹൃദയം എടുത്ത് എനിക്ക് വെച്ചേക്ക്. എനിക്ക് ജീവിക്കണം, ജീവിക്കണം, എനിക്ക് ജീവിക്കണം, 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 എനിക്ക് ജീവിക്കണം. വേഗം ഓപ്പറേഷൻ തിയേറ്റർ റെഡിയാക്കാം. എനിക്ക് ജീവിച്ചിരിക്കണം. ദശരഥ രാമവർമ്മയുടെ പതനം കാണും വരെ എനിക്ക് ജീവിച്ചിരിക്കണം. നീ ജീവിച്ചിരിക്കും ചന്ദ്രികെ, നീ മരിക്കാൻ പാടില്ല.
വലിയേട്ടാ, ഏട്ടത്തിയമ്മേ, വലിയേട്ടാ, ഏട്ടത്തിയമ്മേ, ദേവാ, വലിയേട്ടാ, മോളെ ശാന്തമ്മേ, വലിയേട്ടാ, എന്താ പറ്റിയേ? വലിയേട്ടാ, 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 ശാന്തി, ശാന്തമ്മേ, വലിയേട്ടാ, എന്നെ ആരോ കൊല്ലാൻ വന്നു. എന്താ കൊല്ലാൻ വന്നതോ? ആരാ ശാന്തമ്മേ? ആരാ? എടാ വിനയ, ആരാന്ന് പോയി നോക്ക്. ആരായിരിക്കും അത്? ആരാന്നൊന്നും എനിക്കറിയില്ല. മുഖമൊക്കെ മറച്ചിരിക്കായിരുന്നു. കൗസല്യ, എന്നിട്ട് അയാള് ഓടിക്കളഞ്ഞു വലിയേട്ടാ. അമ്മ വിഷമിക്കാതിരിക്കും, ഒന്നും പറ്റില്ല. വെള്ളം കുടിക്കും ശാന്തി. അവിടെ ആരുമില്ല അച്ഛാ. ഇവിടെ ഒന്നും ആരെയും കണ്ടില്ല അച്ഛാ. ഇവിടെ നിന്നെങ്ങനെ ചാടിയ ജീവൻ പോകുന്ന ഉറപ്പാ. അല്ല മോനെ, ആരായിരിക്കും അത്? ശാന്തിയുടെ ജീവൻ എടുക്കേണ്ട ആവശ്യം ആർക്കാ ഇപ്പോ ഉള്ളത്? ഇനിയിപ്പോ ചന്ദ്രികയുടെ ആളുകൾ ആരെങ്കിലും ആണെന്ന് വെച്ചാ നമ്മുടെ കൺമുന്നിലല്ലേ അവള് മരിച്ചത്. ഈശ്വര, ഇതിന് വരുണിന്റെ പണിയാണോ? ഇവരുടെ കൺമുമ്പിൽ വന്നാ എന്തെങ്കിലും പ്രശ്നം കാണും. അതാ അവൻ ഈ പരിസരത്തേക്ക് വരാതെ. കൊന്നിട്ട് പിന്നെ വരാന്ന് വിചാരിച്ചായിരിക്കും. എന്തായാലും വരുണിനെ ആരും സംശയിക്കാതെ നോക്കണം. ചന്ദ്രിക അല്ലാതെ മറ്റൊരു ശത്രു ഇപ്പൊ നമുക്കില്ലല്ലോ. അത് മാത്രല്ല, അമ്മായിക്കാണെങ്കിൽ വേറെ ശത്രുക്കളൊന്നും ഇല്ല താനും. ചിലപ്പോ ചന്ദ്രിക ജീവനോടെ ഉണ്ടെങ്കിലോ? നമ്മുടെ കൺമുന്നിലല്ലേ കാറ് പൊട്ടിത്തെറിച്ചത്, പിന്നെ അവളെങ്ങനെ രക്ഷപ്പെടാനാ? എന്നാ പിന്നെ ആരെങ്കിലും മോഷ്ടിക്കാൻ വന്നതായിരിക്കും. മോഷ്ടാവാണെങ്കിൽ എന്തെങ്കിലും മോഷ്ടിക്കാൻ ശ്രമിക്കുമ്പോ അപ്പൊ അമ്മ കണ്ടിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചതാണെങ്കിൽ സമ്മതിക്കാം. ഇവിടെ അമ്മ ഉറങ്ങുകയായിരുന്നില്ലേ? നേരെ വന്ന് കുത്താൻ നോക്കാന്ന് വെച്ചാ അത് മോഷ്ടാവല്ലെന്ന് ഉറപ്പാ. പിന്നെ ഇപ്പോ ആരായിരിക്കും അത്? അമ്മ ഈ വീട്ടിലേക്ക് വരുന്നതിൽ താല്പര്യമില്ലാത്ത ആരോ. അമ്മ ഇവിടെ നിൽക്കുന്നത് കാരണം ആർക്കാണ് പ്രശ്നമുള്ളതെന്നാണ് ആദ്യം നോക്കേണ്ടത്. ചന്ദ്രികയുടെ മരണത്തോടെ അമ്മയുടെ അപകടങ്ങൾ മാറിക്കിട്ടിയെന്നാ കരുതി. പക്ഷെ ഇപ്പോഴും എന്തൊക്കെയോ ബാക്കി നിൽക്കുന്നുണ്ടല്ലോ. അതാരാ എന്താന്നൊക്കെ നമുക്ക് കണ്ടെത്തണം. കണ്ടുപിടിച്ചോളാം മോളെ. ഒരു വട്ടം എന്റെ അനുജത്തെ നഷ്ടപ്പെടുത്തിയിട്ട് 20 വർഷത്തോളം ഞാൻ അനുഭവിച്ച വേദന ചെറുതൊന്നുമല്ല. ഇനി ഒരിക്കൽ കൂടി ആ അവസ്ഥ ഞാൻ ഉണ്ടാക്കില്ല. എത്രയും പെട്ടെന്ന് ഇത് പോലീസിനെ അറിയിക്കണം. പിന്നെ നമ്മുടെ ഗുരുക്കളെയും വിളിച്ച് കാര്യങ്ങളുടെ ഗതിയൊക്കെ ഒന്ന് അറിയും വേണം. എങ്കിൽ വേഗം എല്ലാവരും പോയി കിടന്നോളൂ.